ഫിനിക്സ് ഫ്രണ്ട്സ് എന്റർടൈൻമെന്റിലോട്ട് ഏവർക്കും സ്വാഗതം. പ്രതിച്ഛായ നിവിൻ പോളി നായകനായ ഏറ്റവും പുതിയ സിനിമയാണ് പ്രതിച്ഛായ. തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ബി ആണ്. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് നിവിൻ പോളി, ബാലേന്ദ്ര മേനോൻ, ഷറഫുദ്ദീൻ, ഹരിശ്രീ അശോകൻ, സായ് കുമാർ, നിഷാന്ത് സാഗർ, മണിയമ്പിള്ള രാജു. ശരിക്കും പറഞ്ഞാൽ വൻ താരനിര തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രകടനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും തന്നെ ഈ ബാലേന്ദ്ര മേനോനാണ് ഏറ്റവും നന്നായിട്ട് ഇതിനകത്ത് പ്രകടനം എടുത്തു പറയേണ്ടത്. ബാലേന്ദ്ര മേനോന്റെ ആണ്. പിന്നെ നമ്മുടെ മണിയമ്പിള്ള രാജു, നിഷാന്ത് സാഗർ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. ഹരിശ്രീ അശോകൻ മോശമില്ലാതെ ചെയ്തിട്ടുണ്ട്. നിവിൻ പോളിയൊക്കെ എല്ലാവരും തന്നെ അവരുടെ കഥാപാത്രങ്ങൾ അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അത്യുഗ്രം പ്രകടനം എന്ന് പറയാനുള്ളതായിട്ട് ഈ സിനിമയിൽ അവർക്കൊന്നും ചെയ്യാനില്ല. അവർക്ക് കിട്ടിയ റോള് എന്താണോ അത് അവർ മോശമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. പ്രതിച്ഛായ എന്ന് പറയുന്ന ഈ മൂവിയുടെ പ്രതിച്ഛായ നഷ്ടപ്പെട്ട ഒരാൾ ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ഷറഫുദ്ദീൻ ആണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ആക്ടറായ ഷറഫുദ്ദീന് ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്തത് തെറ്റായ രീതിയിലാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ആ കഥാപാത്രത്തിനും ചേരുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തതേ ഇല്ല. കാരണം ഒരു ഏജിന്റെ പ്രശ്നം ഏറ്റവും ആയിട്ട് മുഴച്ചു നിന്നു. ഏജിന്റെ പ്രശ്നം തന്നെ. കാരണം ഏജിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ആ കഥാപാത്രത്തിന്റെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ആ പ്രസന്റ് ചെയ്യുന്ന രീതി ആണെങ്കിലും നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കഥാപാത്രമായിട്ട് തോന്നി. കാരണം മറ്റുള്ള കഥാപാത്രങ്ങളും ഈ കഥാപാത്രവും തമ്മിൽ ഏജിന്റെയും ആ പ്രകടനത്തിന്റെയും ഭയങ്കര ഒരു പ്രശ്നമുണ്ട്. പ്രതിച്ഛായ നഷ്ടപ്പെട്ട നമ്മുടെ ഷറഫുദ്ദീൻ, ബാക്കിയുള്ളവരെല്ലാം പ്രകടനങ്ങൾ മോശമില്ലാത്ത രീതിയിലുണ്ട്. തിരക്കഥ പാളിയ ഒരു തിരക്കഥയാണ്. 2.25 മണിക്കൂറുണ്ട് ഈ സിനിമ. ശരിക്കും പറഞ്ഞാൽ ഒരു 2 മണിക്കൂറിൽ ഒതുക്കിയിരുന്നെങ്കിൽ നമുക്ക് തിയേറ്ററിൽ ഇരിക്കാമായിരുന്നു. പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന് പറഞ്ഞാണ് ഇവർ സിനിമ കൊണ്ടുവന്നത്. എന്ന് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ മാത്രമല്ല, ഒരു ഫാമിലി പൊളിറ്റിക്കൽ ത്രില്ലർ. ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി പൊളിറ്റിക്സ് ഒക്കെ ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ മുൻ സർക്കാരുകളുടെ, കാരണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തുണ്ടായിരുന്ന ബാറ് പൂട്ടിക്കലും അതേപോലെ തന്നെ ഉണ്ടായ കേസുകളൊക്കെ ഉണ്ടല്ലോ, പുള്ളിയുടെ ഭരണം നഷ്ടപ്പെട്ട ആ സമയം വരെയുള്ള അതൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. പുള്ളീനെ നന്നാക്കാനോ മോശപ്പെടുത്താനോ ഒക്കെ ആയിട്ട് ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇതൊരു ത്രില്ലർ എന്ന ഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റില്ല. കാരണം നമുക്കൊരു ത്രില്ലും ഈ സിനിമ തരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ത്രില്ല് അടുപ്പിക്കുന്നതില മാത്രം നമ്മളെ ബോർ അടുപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. 2.25 മണിക്കൂർ ഉള്ളത് കൊണ്ട് നമ്മളെ ബോർ അടുപ്പിക്കുന്നുണ്ട്. പിന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് തുടക്കത്തിലെ തന്നെ ഈ സിനിമ കയ്യിൽ നിന്ന് പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു 10,000 ആൾക്കാരെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സീൻ ഉണ്ടായിരുന്നു. ആ സീനിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സായ് കുമാർ ആയിരുന്നു അതിൽ ഡയലോഗ് പറയുന്നതിൽ. ഡയലോഗ് താഴെയും ബാക്ക്ഗ്രൗണ്ട് സ്കോർ മേളിലുമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെയായിരുന്നു. മിക്ക ഇടങ്ങളിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇമോഷണൽ സീനുകളിൽ വരെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര പട്ടയെന്ന് പറഞ്ഞ അടിക്കലൊക്കെ ആയിരുന്നു. കാരണം ചേരുന്ന രീതിയിലല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് തന്നെ നമുക്ക് ഒരു അരോചകമായിട്ടാണ് തോന്നിയത്. ചില സ്ഥലങ്ങളിലൊക്കെ അടിപൊളിയായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ വന്നിട്ടുമുണ്ട്. എല്ലാം ഇതിനകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമല്ല, എല്ലാവരുടെയും പ്രകടനങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ പൊളിയുന്നതും ചില സ്ഥലങ്ങളിൽ നല്ലപോലെ ചെയ്തിട്ടുകയുണ്ട്. അതുപോലെ തന്നെ കളറിങ് ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും ചില സ്ഥലങ്ങളിൽ അടിപൊളിയായിട്ട് അദ്ദേഹം ഉണ്ണികൃഷ്ണൻ മേക്കിംഗ് ചെയ്തു വെച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ വെറും ബോറുമായിട്ടുള്ള രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്കിപ്പം ഒരു സ്ഥലങ്ങളിൽ ചിലപ്പം കുഴപ്പമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് പോകുമ്പം അവിടെ കൈവിട്ട് പോയിട്ടുണ്ടാവും. ആ ഒരു രീതിയിലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല എല്ലാവരുടെയും പ്രകടനങ്ങൾ ഒപ്പിക്കാമെങ്കിലും നല്ലൊരു തിരക്കഥ ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രതിച്ഛായ നഷ്ടപ്പെട്ട നമ്മുടെ ഷറഫുദ്ദീനും ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. പിന്നെ സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഗോപാലൻ നിർമ്മിച്ച, സാധാരണ അവർ നിർമ്മിക്കുന്ന സിനിമകളൊക്കെ ഒരുവിധം നല്ല സിനിമകളായിട്ടാണ് വരാറുള്ളത്. ഈ സിനിമ എന്താണോ ഇങ്ങനെ വന്നതെന്ന് അറിയില്ല. കാരണം അത് അവതരിപ്പിക്കുന്ന രീതിയിലുള്ള നമുക്കൊരു പുതുമയും ഇതിനകത്ത് തോന്നിയിട്ടില്ല. സാധാരണ ഉള്ള നടന്ന നമുക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞ് അതിലൊരു ത്രില്ല് കൊണ്ടുവരാനോ ഒന്നും കഴിഞ്ഞില്ല. സംഭവം ഒരു ഡോക്യുമെന്ററി പോലത്തെ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം മറിച്ച് മറ്റുള്ള അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവാം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെങ്കിലും പോയി സിനിമ കാണുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം, ഷെയർ ചെയ്യുന്ന കാര്യം ഒന്നും പരിഗണിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.